കൂർക്ക സീസണൊക്കെ നമുക്ക് സ്റ്റാർട്ടായിരിക്കുകയല്ലേ. അപ്പോൾ കൂർക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂർക്ക യൂസ് ചെയ്ത് കറിയാക്കാൻ പറ്റും. മസാല കറി, തോരൻ, മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കാം. അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അത് നമുക്കൊരു സീസണിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളിത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തോല് കളയുന്നതാണ്. തോല് കളയാനും ഒരുപാട് സമയം നിൽക്കണം. തോല് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൈയെല്ലാം നല്ല കറുപ്പ് കളർ, അതിൻ്റെ കറയെല്ലാം തന്നെ ആയിട്ട് അത് പോകാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും കയ്യിൽ കറ പിടിക്കാതെയും തോല് പെട്ടെന്ന് കളയാനായിട്ട് ഇതുപോലെ അരിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ചാക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ കൂർക്കനെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ച് തല്ലണമെങ്കിൽ തല്ലാം, അല്ല എന്നുണ്ടെങ്കിൽ അലക്കുകല്ലിൽ എന്തെങ്കിലും കൂടെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തോലെല്ലാം തന്നെ ഇതുപോലെ പോയി കിട്ടും കേട്ടോ. നമ്മളതൊരു മുറത്തിലിട്ടിട്ട് ഇതിന് നന്നായി തന്നെ ഒന്ന് ചേറി കുടഞ്ഞെടുത്തതിന് ശേഷം ആ ഒരു കൂർക്കനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു 3-4 വട്ടം നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അതിൽ നല്ലോണം മണ്ണും ചളിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നാര് മാത്രമേ നമുക്ക് കളയാനായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് കൂർക്ക നേരാക്കി എടുക്കാനും സാധിക്കും. അതുപോലെ കയ്യിൽ കറ പിടിക്കുന്ന പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ തലേന്നൊക്കെ അതുപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ അത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും പണി പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂർക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക.